മനുഷ്യനും അത് വിലമതിക്കുമോ? ജ്ഞാനത്തിൻ്റെ പുസ്തകം അധ്യായം 4 1-ാം വാക്യം. നിശബ്ദമായ സ്നേഹസേവനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവത്തിനും ദൈവജനത്തിനും പ്രിയപ്പെട്ടവളായി മാറിയ സ്നേഹമുള്ള സിസ്റ്റർ റോസ് ശാന്തിയുടെ ലഘു ജീവചരിത്ര താളുകൾ നമുക്കൊന്ന് മറിച്ചു നോക്കാം. കൊട്ടേക്കാട് ഇടവകയിൽ കൊള്ളന്നൂർ തറയിൽ പൊറിഞ്ചു കുഞ്ഞന്നം ദമ്പതികളുടെ 4 മക്കളിൽ ഇളയ മകളായി 1943 സെപ്റ്റംബർ 15-ാം തീയതി റോസി എന്ന നാമധേയം സ്വീകരിച്ചുകൊണ്ട് സിസ്റ്റർ റോസ് ശാന്തി പൂജാതിയായി. സന്യാസത്തിൽ പ്രവേശിക്കുന്നതിന് വീട്ടിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും ദിവ്യനാഥന്റെ സ്നേഹപൂർവമായ ദിവ്യ നിമന്ത്രണങ്ങൾ ശ്രവിച്ച് സന്യാസത്തിൽ പ്രവേശിക്കുകയും 1966 ആദിവ്രതം അനുഷ്ഠിക്കുകയും 1971 നിത്യവ്രത വാഗ്ദാനത്തിലൂടെ ദിവ്യപ്രേയസി പദവിയിലേക്ക് ഉയരുകയും ചെയ്തു. അധ്യാപനമായിരുന്നു സിസ്റ്ററിന്റെ പ്രധാന പ്രേക്ഷിത പ്രവർത്തന മണ്ഡലം. കൊച്ചുകുട്ടികൾക്ക് കളിക്കൂട്ടുകാരിയും ആത്മസുഹൃത്തുമായിരുന്ന സിസ്റ്റർ റോസ് ശാന്തി ശിശുസഹജമായ നിഷ്കളങ്കതയും പുഞ്ചിരിയും എപ്പോഴും സിസ്റ്ററിന്റെ മുഖത്ത് നിഴലിച്ചിരുന്നു. കാട്ടുമിച്ചിറ, ഒല്ലൂർ ഫാത്തിമ, സെന്റ് തെരേസാസ് മണലൂർ, ഹോളി ചൈൽഡ് സ്റ്റെർലയം, സെയിന്റ് ആന്റണീസ് പാലുവ, സെന്റ് പോൾസ് കുരിച്ചിറ എന്നീ സ്ഥലങ്ങളിൽ അധ്യാപികയായും പുതുക്കാട് സെയിന്റ് ജോൺ ഓഫ് ദി ക്രോസ് കോൺവെന്റ് മഠാധിപിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. തൻ്റെ റിട്ടയർമെന്റ് ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ചത് മണലൂർ മഠത്തിലാണ്. ഈ ഭവനത്തിൽ 2 തവണകളിലായി 27 വർഷം ആയിരുന്ന സിസ്റ്റർ റോസ് ശാന്തി 18 വർഷത്തോളം സെയിന്റ് ജോസഫ് ചർച്ച് വിശ്വാസ പരിശീലന പ്രധാന അധ്യാപികയായിരുന്നുകൊണ്ട് ക്രിസ്തു വിശ്വാസത്തിലേക്ക് അനേകരെ ആനയിച്ചിട്ടുണ്ട്. മണലൂരിന്റെ മണിമുത്താണെന്ന് അഭിമാനിക്കത്തക്ക വിധം മണലൂരിനെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന സിസ്റ്റർ മണലൂരിലെ ഒരുപാട് വ്യക്തികളുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ചു. സെന്റ് തെരേസാസ് സ്കൂളിൽ അധ്യാപികയായിരുന്നുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അക്ഷരത്തിന്റെ അറിവ് പകർന്നേകുവാൻ സിസ്റ്റർ അതീവ തൽപരയായിരുന്നു. നന്മ കാണുന്നതിനും നന്മ സംസാരിക്കുന്നതിനും നന്മ പ്രവർത്തിക്കുന്നതിനുമുള്ള ജീവിത ലാളിത്യം, വളരെ പ്രത്യേകമായി കണ്ടുമുട്ടുന്നവരോട് സൗഹാർദ്ദപരമായി പെരുമാറുവാനും പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നവരുടെ എല്ലാ ആവശ്യങ്ങളും ദിവ്യനാഥനോട് ചോദിച്ച് നിറവേറ്റി കൊടുക്കുവാനും അത്യുത്സാഹിയായിരുന്നു. പരിശുദ്ധ അമ്മയോട് പുത്രി സഹജമായ സ്നേഹവും വാത്സല്യവും സിസ്റ്റർ റോസ് ശാന്തിക്ക് ഉണ്ടായിരുന്നു. ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ ഫലിതങ്ങൾ പറഞ്ഞ് സഹോദരങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള സിസ്റ്ററിന്റെ കഴിവ് മികവുറ്റതാണ്. താൻ പഠിപ്പിച്ച കുട്ടികളുടെ ഹൃദയങ്ങളിൽ മാത്രമല്ല, രക്ഷിതാക്കളുടെ ഹൃദയങ്ങളിലും സിസ്റ്ററിന് സ്ഥാനമുണ്ടായിരുന്നു. യാതൊന്നിനോടും പരാതിയില്ലാത്ത, പേര് സൂചിപ്പിക്കുന്നത് പോലെ ശാന്തതയോടെയുള്ള പെരുമാറ്റമായിരുന്നു സിസ്റ്ററിൻ്റെത്. രോഗങ്ങൾക്കിടയിലും സമൂഹത്തിലെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ അന്വേഷിച്ചറിയാനുള്ള ഉത്സാഹം സിസ്റ്ററിനുണ്ടായിരുന്നു. തൻ്റെ വ്രതവാഗ്ദാനത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കാൻ സിസ്റ്ററിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പ്രായാധിക്യത്തിന്റെ ആവശ്യകതകൾ വർദ്ധിച്ചപ്പോൾ കൂടുതൽ ശ്രദ്ധാപൂർവമായ പരിചരണത്തിനായി ചൂണ്ടൽ മരീന ഹോമിലേക്ക് മാറുകയായിരുന്നു. അവിടെ വിശ്രമ ജീവിതം നയിച്ചിരുന്ന സിസ്റ്ററിനെ മണലൂരിലെ മക്കൾ സ്നേഹ സന്ദർശനം നടത്തുമ്പോൾ ഞാൻ മണലൂരിലേക്ക് തിരിച്ചു വരുമെന്ന് സിസ്റ്റർ പറഞ്ഞിരുന്നു. ഇന്നലെ രോഗത്തിന്റെ അസ്വസ്ഥതകൾ വർദ്ധിക്കുകയും വൈകിട്ട് 3 മണിയോടുകൂടെ സമൂഹാംഗങ്ങളുടെ പ്രാർത്ഥനാപൂർവമായ സാന്നിധ്യത്തിൽ സിസ്റ്ററിന്റെ ആത്മാവ് ദിവ്യനാഥന്റെ സന്നിധിയിലേക്ക് ഉയരുകയും ചെയ്തു. സിസ്റ്റർ ശാന്തിയെ മറക്കാത്ത മണലൂരുകാരെ സിസ്റ്റർ തന്റെ മരണത്തിൽ പോലും മറന്നില്ല എന്നത് നമ്മൾ ഈ നിമിഷങ്ങളിൽ സാക്ഷികളാണ്. 82 വർഷത്തോളം ദൈവസ്തുതികൾ പാടിയ സിസ്റ്റർ റോസ് ശാന്തിയുടെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത് സിസ്റ്ററിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. മംഗള ജീവൻ പകർന്നവനേ, മരണമടഞ്ഞു കാനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ
തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ഈ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. ഭാരിച്ചുകൊണ്ട് തന്റെ ഓട്ടം പൂർത്തിയാക്കിയിരിക്കുന്ന ഈ സഹോദരിയെ അങ്ങയുടെ സന്തോഷത്തിൽ പങ്കാളിയാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ദൈവമേ, ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ഭക്താശനാവുകയില്ല. പരിശുദ്ധമായ ചിന്തകളോടെ അങ്ങയുടെ ബലിപീഠത്തിന് മുൻപാകെ നിൽക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് എന്റെ ദൈവവും രക്ഷകനുമാകുന്നു. ഞാൻ എപ്പോഴും അങ്ങയിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞുപോയ കാലങ്ങളിലെല്ലാം ഞങ്ങളോട് കാണിച്ചിട്ടുള്ള സ്നേഹം അങ്ങ് ഇപ്പോൾ അനുസ്മരിക്കണമേ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സിസ്റ്റർ ശാന്തി ഇന്നലെ ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ 82 വർഷക്കാലത്തിലെ 59 വർഷക്കാലം കർത്താവിൻ്റെ മണവാട്ടിയായി ഒരു സന്യാസിനിയായിട്ട് ജീവിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റർ തൻ്റെ ഈ 59 വർഷക്കാലഘട്ടത്തിലെ 27 വർഷക്കാലം മണലൂരെ സെന്റ് തെരേസസ് കോൺവെന്റിലായിരുന്നു സേവനം ചെയ്തിരുന്നത്. ഇന്ന് ഇവിടെ നിന്ന് നമ്മുടെ സിസ്റ്ററെ ദൈവസന്നിധിയിലേക്ക് യാത്ര അയക്കാം. തീർച്ചയായും എനിക്ക് തോന്നുന്നു ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഇത്. സിസ്റ്റർ ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു. സിസ്റ്റർ ജീവചരിത്രം വായിച്ച് കേട്ടപ്പോൾ അതിൽ സിസ്റ്റർ പറഞ്ഞതായിട്ട് പ്രകാരം പറയുന്നുണ്ട്, ഞാൻ മണലൂരിലേക്ക് തിരിച്ചു വരും. ഇന്ന് ഇവിടെ നിന്ന് സിസ്റ്റർ വീണ്ടും ദൈവസന്നിധിയിലേക്ക് യാത്രയാവുകയാണ്. സന്തോഷത്തോടെ നമുക്ക് സിസ്റ്ററെ ദൈവസന്നിധിയിലേക്ക് യാത്രയാക്കാം. ഇന്ന് രാവിലെ ഇവിടെ വന്നു, പള്ളിയിൽ വന്നു, സിസ്റ്ററെ കാണാനായിട്ട് വന്നപ്പോൾ സിസ്റ്റർ മുഖത്തേക്ക് നോക്കിയപ്പോൾ വളരെ ശാന്തമായിട്ട് ഉറങ്ങിക്കിടക്കുന്നത് പോലെ സിസ്റ്റർ ഈ ദേവാലയത്തിൽ കിടക്കാൻ. നാമത്തിൽ അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുന്ദരദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, അങ്ങയുടെ മഹനീയമായ തൃത്വത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ജീവിതം എത്ര ചുരുങ്ങിയതാകുന്നു, അത് എത്ര ക്ഷണികമാണെന്ന് ഞാൻ ഗ്രഹിച്ചു. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം അങ്ങയുടെ തിരുമുൻപിൽ എത്ര നിസ്സാരവുമാകുന്നു. ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ ഭൂമിയിൽ നിക്ഷേപം കൂട്ടുന്നു. അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ ചിന്തിക്കുന്നില്ല. കർത്താവേ, അങ്ങല്ലാതെ ആരെനിക്ക് ആശ്രയം? തിന്മയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ.
എനിക്കുള്ള ശിക്ഷയെല്ലാം ഇളച്ചു തരണമേ. പാപത്തിനുള്ള ശിക്ഷയേറ്റ് ഞാൻ തളർന്നിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കരുണയുള്ള കർത്താവെ, കരയുന്നവർ അങ്ങയെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ അങ്ങയെ ആശ്രയിക്കുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ അങ്ങേ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനത്താൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. എനിക്ക് അന്തിമ അഭിവാദനം അർപ്പിക്കുവാൻ വന്നിരിക്കുന്ന എൻ്റെ സഭാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ഞാൻ എൻ്റെ നിത്യഭവനത്തിലേക്ക് പുറപ്പെടട്ടെ. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളായ ജീവിതത്തെ പ്രസാദിപ്പിച്ച ഈ സഹോദരിയെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നീതിമാന്മാർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തൻ്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ മാതാവായ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാൽ മിശിഹായോട് കൂടെ ഈ സഹോദരിയെയും തന്റെ വലത്ത ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഈ സഹോദരിയുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഈ ആത്മാവിനെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തെ പൂർണ്ണമായി നേടിയാലും നിന്നാത്മം നഷ്ടമായി തീർന്നിടുമോ? പൂഴിയിൽ നിന്നും ദൈവം മകളെ നിന്നെ സൃഷ്ടിച്ചു. പൂഴിയാൽ തീരുന്ന മർത്യാ, നിൻവില എന്തെന്നറിഞ്ഞിടുക. ആകാശവെൺമേഘത്തേരിൽ നാഥൻ നിന്നെ വിധിക്കാനായി അണഞ്ഞിടുമ്പോൾ നിൻ പ്രാണനെ നീ ഒരുങ്ങിടുമോ? സ്വർഗരാജ്യത്തിൽ ഉയർത്തിയ ബലവത്താം വീടിനു കേടു ഭവിച്ചില്ല. ജോലികളെല്ലാം നാഥാ ചെയ്തു കഴിഞ്ഞു ഞാൻ. ഇനി നിൻ ദിവ്യമഹത്വത്തിൻ അതിരുകൾ എന്നിൽ നിറയ്ക്കണമേ. നിൻ തിരുഭവനം കാത്തിടുവാൻ അതിരു മനോജ്ഞത ചേർത്തിടുവാൻ ജീവിതമകിലം നിറബലിയായി അർപ്പിച്ചവരിൽ കനിയണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്ത ദൈവമേ, അങ്ങയുടെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടും സന്യാസ വ്രതാനുഷ്ഠാനത്താൽ
അനുഗ്രഹീതവുമായി ശരീരത്തിന് ലോകാവസാനം വരെ വിശ്രമം നൽകേണ്ടി കബറിടം വിശുദ്ധീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായി നയിക്കും. സോപ്പാ കൊണ്ടെന്നെ തളിക്കുക, ഞാൻ നിർമ്മലയാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവളാകും. ഈ സഹോദരനെ ആശ്വസിപ്പിക്കുകയും ഈ കബറിടം വിശദീകരിക്കുകയും ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പുത്രനെ സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാൻ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളതുപോലെ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി, ഇതുവരെ ഞങ്ങൾ അങ്ങയെ അനുഗമിച്ചു. ഈ ദിവസത്തിൽ അങ്ങ് ഒഴിപ്പിച്ചതിന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. അങ്ങയുടെ ത്യാഗങ്ങൾക്കും ക്ലേശങ്ങൾക്കും ത്യാഗപൂർണമായ സന്യാസ ജീവിതത്തിനും ദൈവം പ്രതിഫലം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കറയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനുഭാഗ്യം. അന്തിമനാളിൽ കാരുണ്യമിടും വിധിയാത്മാരാജ്യം നേടും മനുഷ്യഭാഗ്യം. വരിക നിനക്കായ ആദി മുതൽ ഞാൻ കരുതിയ രാജ്യം, നാഥനിൽ നിന്ന് നേടും മനുജനുഭാഗ്യം. അന്തിമനാളിൽ കാരുണ്യമിടും വിധിയാത്മാരാജ്യം നേടും മനുഷ്യഭാഗ്യം. എല്ലാ തലമുറകളിലും അങ്ങ് ഞങ്ങളുടെ അഭയമാകുന്നു. മനുഷ്യരെ അർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിനെ സ്തുതി. മനുഷ്യരെ അങ്ങ് പൊടിയിലേക്ക് പിന്തിരിക്കുകയും നിങ്ങൾ പ്രസാദിപ്പിക്കുവിനെന്ന് അവരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. ദിവസം പോലെയും രാത്രിയുടെ യാമം പോലെയുമാകുന്നു. ലോകത്തിൽ മനുഷ്യന്റെ ജീവിതം കിനാവ് പോലെ കടന്നു പോകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിനെ സ്തുതി. സജീവോദ്യതായ ആശ്രയിപ്പിച്ച കർത്താവേ, ആശ്രമോഹ്യമായ ദിവസത്തിൽ അങ്ങയുടെ പ്രിയപ്പെട്ട ആശീർവദിക്കുകയും നിർത്തുകയും ചെയ്യട്ടെ. നീതിമാനമായ കർത്താവേ, ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര ജീവിക്കുന്നവരെ പരിപാലിക്കണമേ. മരണപ്പെട്ടവരെ മഹിമയോടെ അർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.